സർവകക്ഷി സംഘത്തിന്റെ കാര്യത്തിൽ പാർട്ടികളുടെ അഭിപ്രായം തേടാതിരുന്നത് കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ പോരായ്മയാണെന്ന് ജോൺ ബ്രിട്ടാസ് എം പി പറഞ്ഞു. പ്രതിനിധികളെ തീരുമാനിച്ചതിനു ശേഷമാണ് രാഷ്ട്രീയ പാർട്ടികളുമായി ചർച്ച നടത്തിയത്. കേന്ദ്ര സർക്കാരിനെ നയതന്ത്ര നീക്കവുമായി സഹകരിക്കുമെന്നും ജോൺ ബ്രിട്ടാസ് പറഞ്ഞു. സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ക്ഷണം ലഭിച്ചിട്ടുണ്ട്. ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് മറ്റു രാഷ്ട്രങ്ങളിൽ പോയി ഇന്ത്യയുടെ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും ശരിയായൊരു നടപടിയാണ്. ഇതേക്കുറിച്ച് ഇതുവരെ ഒരു സർവകക്ഷി യോഗം പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ വിളിച്ചു ചേർത്തിട്ടില്ല. പാർലമെന്ററി കാര്യ കിരൺ റിജിജു എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ഈ ഒരു ദൗത്യത്തിൻ്റെ ഭാഗമാകണമെന്ന് പറഞ്ഞപ്പോൾ ഞാനത് പാർട്ടിയുമായിട്ട് ചർച്ച ചെയ്തിട്ട് അക്കാര്യത്തിൽ ധാരണ ഉണ്ടാക്കാമെന്നാണ് അദ്ദേഹത്തെ അറിയിച്ചത്. കോൺഗ്രസ് പാർട്ടി പറയുന്നതിലും ചില കാര്യങ്ങളുണ്ട്. എന്താ കാരണം വെച്ചാൽ കേന്ദ്ര സർക്കാരിന് ഓരോ രാഷ്ട്രീയ പാർട്ടിയും നേരത്തെ തന്നെ വിശ്വാസത്തിലെടുക്കാമായിരുന്നു, അവരോട് അഭിപ്രായം ചോദിക്കാമായിരുന്നു. കോൺഗ്രസ് പാർട്ടിക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ ആ അഭിപ്രായം കേൾക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണം. റോഷിപാൽ വിവരങ്ങളുമായി. റോഷിപാൽ, ഇപ്പോൾ തരൂരിനെ കോൺഗ്രസിന്റെ അഭിപ്രായമില്ലാതെ തരൂരിനെ തെരഞ്ഞെടുത്തതിലുള്ള എതിരഭിപ്രായമാണ് ഇപ്പോൾ ജോൺ ബ്രിട്ടാസ് നൽകിയത്. അതായത് ഈ വിഷയത്തിൽ കോൺഗ്രസ് നിലപാടിനൊപ്പമാണ് CPIഎമ്മും എന്നല്ലേ മനസ്സിലാക്കേണ്ടത്. ബ്രിട്ടാസ് പറയുന്നത് സർവകക്ഷി യോഗവുമായി ബന്ധപ്പെട്ടാണ്. അതാണ് പ്രതിപക്ഷം ആവർത്തിച്ച് ആവശ്യപ്പെട്ടിരുന്ന കാര്യങ്ങളിൽ ഒരു നടപടി ഉണ്ടാകാതിരിക്കുക, അതോടൊപ്പം അതത് രാഷ്ട്രീയ പാർട്ടികളോട് അഭിപ്രായം തേടാതിരിക്കുക, അതിലുള്ള ഒരു നിലപാടല്ലേ ഇപ്പോൾ ബ്രിട്ടാസ് പറഞ്ഞിരിക്കുന്നത്. റോഷിപാൽ, സ്മൃതി, കോൺഗ്രസ് നിലപാടിനെ പിന്തുണയ്ക്കുകയാണ് ഇപ്പോൾ CPM പ്രതിനിധിയായ ബ്രിട്ടാസും. കാരണം നേരത്തെ തന്നെ ഈ വിദേശത്തേക്ക് അയക്കുന്ന പ്രതിനിധികൾ ആരെ അയക്കണം, തങ്ങളുടെ പ്രതിനിധി ആരായിരിക്കണമെന്ന് പാർട്ടികളോട് ആവശ്യപ്പെടാമായിരുന്നു. അങ്ങനെ ഒരു കൂടിയാലോചന നടത്താതെ പ്രതിനിധികളെ തീരുമാനിച്ചതിന് ശേഷം ഇങ്ങനെ ചർച്ച നടത്തുന്നത് ശരിയല്ല. അതൊരു പോരായ്മ തന്നെയാണ്. രാഷ്ട്രീയ പാർട്ടികളുടെ അവരെ വിശ്വാസത്തിലെടുത്തില്ല എന്നതിൻ്റെ ഒരു തെളിവ് കൂടിയായിട്ടാണ് ജോൺ ബ്രിട്ടാസും ഇതിനെ വിലയിരുത്തുന്നത്. ഏതായാലും കോൺഗ്രസിൻ്റെ ഇക്കാര്യത്തിലുള്ള നിലപാട് ഇന്ത്യ സഖ്യത്തിലെ മറ്റു പാർട്ടികളും പിന്തുണയ്ക്കുന്നു എന്നതിൻ്റെ സൂചന കൂടിയാണ് ജോൺ ബ്രിട്ടാസിൻ്റെ പ്രതികരണം. പക്ഷേ ശശി തരൂരിനെ തെരഞ്ഞെടുത്തതിൽ തെറ്റില്ല. പക്ഷേ കോൺഗ്രസ് നിർദ്ദേശിച്ച പട്ടികയിൽ ഈ ശശി തരൂർ ഉൾപ്പെടെയുള്ളവരുടെ പേര് ഉണ്ടായിരുന്നില്ല എന്നതാണ്. ഒരു പട്ടിക നൽകാൻ ആവശ്യപ്പെടുക, ആ പട്ടികയിലുള്ള ആളുകളെ ഉൾപ്പെടുത്തുന്നതിന് പകരം മറ്റുള്ള ആളുകളെ ഉൾപ്പെടുത്തുക, ആ രീതിയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വിമർശനത്തിന് വഴിയൊരുങ്ങിയതും ആ വിമർശനത്തെ ഇന്ത്യ സഖ്യത്തിലുള്ള മറ്റ് ഘടകകക്ഷികൾ, ആ ഇന്ത്യ സഖ്യത്തിലെ മറ്റ് പാർട്ടികൾ പിന്തുണച്ച് രംഗത്തെത്തുന്ന സാഹചര്യം. മാത്രവുമല്ല, ഈ പാർലമെൻറ്റ് സമ്മേളനം വിളിക്കണമെന്ന പ്രതിപക്ഷത്തിൻ്റെ ആവശ്യം അത് അംഗീകരിച്ചില്ല. പ്രധാനമന്ത്രി സർവകക്ഷി യോഗം വിളിക്കണമെന്ന ആവശ്യം അത് അംഗീകരിച്ചില്ല. പ്രധാനമന്ത്രി സർവകക്ഷി യോഗത്തിൽ പങ്കെടുത്തില്ല, അവസാനം നടന്നു. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ പ്രതിപക്ഷം ഉയർത്തുന്ന ഒരു കാര്യവും അംഗീകരിക്കാതെ സർക്കാർ ചില താല്പര്യങ്ങൾ അത് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നടക്കമുള്ള വിമർശനം കൂടി ഇതിനിടയിൽ പ്രതിപക്ഷം ഉയർത്തുന്നുണ്ട്. ശരി.